നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന് കിങ് വീഡിയോ ഇങ്ങോട്ട് കത്തിച്ചു വെച്ചിട്ട് നാട്ടിലുള്ള മുഴുവൻ സഹോദരികളുടെയും ചർച്ച, നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും ചർച്ച, ഇതെല്ലാം നടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ വീഡിയോ അങ്ങോട്ട് കൊളുത്തിയിട്ട് പള്ളിക്കകത്തിരിക്കുന്ന തവാറക്കല്ലതി ഓതന ഉസ്താദിനെ കൊതു ഓടിക്കാതിരിക്കാൻ വേണ്ടി അകത്തേക്ക് ഊതി വിട്ടുകൊടുക്കും. പള്ളിയുടെ നടയിൽ നടക്കുന്ന കാര്യമാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ലൈറ്റ് കൊടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പോകുമ്പോഴും ഇതുപോലെ ഫസാദും മൈബത്തും പറഞ്ഞാണ് വീട്ടിലേക്ക് ചെല്ലുക. സഹോദരിമാരോ, രണ്ട് സ്ത്രീകൾ പരസ്പരം കണ്ടുമുട്ടിയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയുന്നത്. ഇരുതീ ചേർന്നാൽ വലിയൊരു തീയാണ്, ഇരു സ്ത്രീ ചേർന്നാൽ ഉലകിൽ തീ. രണ്ട് സ്ത്രീകൾ ചേർന്നാൽ രണ്ട് തീ ചേരുമ്പോ വലിയ തീയാകുന്നത് പോലെ രണ്ട് സ്ത്രീകൾ ചേർന്നിരുന്നാൽ ലോകം മുഴുവനും കത്തിപ്പോകുമെന്നാണ്. നാവിനെ സൂക്ഷിക്കണേ, നാവിനെ സംരക്ഷിക്കണേ. മോശമായത് പറഞ്ഞുകൊണ്ട്, നാവ് കൊണ്ട് അനാവശ്യമായത് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ പച്ചമാംസം കഴിച്ചിറക്കല്ലേ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. ആ നാവ് കൊണ്ട് നമുക്ക് മനോഹരമായ ദിക്റുകൾ ചെല്ലാം, ആ നാവ് കൊണ്ട് നമുക്ക് എത്ര സലാത്ത് ചെല്ലാം, ആ നാവ് കൊണ്ട് നമുക്ക് ഖുർആൻ ഓതാം, ആ നാവ് കൊണ്ട് നമുക്ക് എത്രയോ നല്ല നല്ല ഉപദേശങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം. അല്ലാഹു നാവിനെ സൂക്ഷിക്കാൻ, നാവിനെ സംരക്ഷിക്കാൻ കരുണക്കടലാറ പടച്ചതമ്പുരാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. അപ്പൊ മൂന്നാമത്തെ കാര്യം നാവിനെ സൂക്ഷിക്കലാണ്, നാവിനെ സംരക്ഷിക്കലാണ്. നരകത്തിന്റെ മൂന്നാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നവര് അവര് നാവ് കൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുന്നവരാണ്, കളിയാക്കുന്നവരാണ്. നാലാമത്തതോ, നരകത്തിന്റെ നാലാമത്തെ കവാടത്തിന്റെ പേര് ഇസ്മുഹു സഈർ. സഈർ എന്നാണ് നരകത്തിന്റെ നാലാമത്തെ കവാടത്തിന്റെ പേര്. ഈ സഈർ എന്ന് പറയുന്ന കവാടത്തിൽ കടന്നു പോകുന്നത് ഒരു വിഭാഗമല്ല, ഖുർആൻ പറയുന്നത് രണ്ട് വിഭാഗമാണ്. സഈർ എന്ന് പറയുന്ന നരകത്തിന്റെ നാലാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നത് രണ്ട് വിഭാഗമാണ്. അതിലൊന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? കുതിബ അലൈഹി അന്നഹു മൻ തവല്ലാ വഅന്നഹു യുദില്ലുഹു വയഹ്ദീഹി ഇലാ അദാബി സഈർ വയഹ്ദീഹി ഇലാ അദാബി സഈർ. സഈർ എന്ന നാലാമത്തെ കവാടത്തിൽ കടന്നു പോകുന്ന വിഭാഗം ഒന്നാമത്തെ വിഭാഗം ആരാണ്? പിശാചിന്റെ കാലടികളെ പിൻപറ്റുന്നവരാണ്. കുതിബ അലൈഹി അന്നഹു മൻ തവല്ലാ, രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആര് പിശാചിന്റെ കാലടികളെ പിൻപറ്റുന്നുവോ വഅന്നഹു യുദില്ലുഹു, അവനവരെ വഴിപിഴപ്പിക്കുന്നതാണ്. മാത്രമല്ല വയഹ്ദീഹി ഇലാ അദാബി സഈർ, ആളി കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുമെന്നാണ്, സഈറിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുമെന്നാണ്. പിശാചിനെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്ലീസിന്റെ ഉപദ്രവം നല്ലതുപോലെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ പള്ളിക്കകത്തും പുറത്തും നാട്ടിലും നാട്ടിനകത്തും വീട്ടിനകത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിശാച് വിശ്വാസികളുടെ സന്തത സഹചാരിയായി മാറുന്നത് കൊണ്ടാണ്. ഒന്നാമത് പിശാച് എപ്പോഴാണ് കടന്നു വരുന്നത്? ഭാര്യ ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിന്റെ ഇടപെടൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ പിശാച് ഓടി ഒളിക്കുന്നതാണ്. രണ്ടാമതെപ്പോഴാണ് പിശാച് ഓടി ഒളിക്കുന്നത്? ഒരു കുഞ്ഞു പിറന്നു വീണാൽ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം 10 പിശാച് പിറന്നു വീടുമെന്നാണ്. ആ സമയത്ത് ആ കുഞ്ഞിന്റെ ഉപ്പയോ കുഞ്ഞുമാർ ഏറ്റവും വേണ്ടപ്പെട്ടവരോ വന്ന് ആ കുഞ്ഞിന്റെ വലത്തെ ചെവിയിലേക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്ക് വിളിച്ചു കൊടുക്കുമ്പോ പിശാച് ഓടി ഒളിക്കുമെന്നാണ്. എന്നിട്ട് ആ പിശാച്
ജീവിതത്തിൽ മനുഷ്യരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുമെന്നാണ്. ആദ്യം മുതൽ തന്നെ പിശാച് നടത്തി മനുഷ്യപിതാവായ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. നമുക്ക് ആ സംഭവം നല്ലതുപോലെ അറിയാം. നാഗപ്പതിയില്ലാതെ നബീനല്ല പടച്ചാണ്, ഏക പഴം തിന്നരുതെന്നിറയോനറിയിച്ചാണ്, അന്നേ പീറകെ മല്ലൂനവിടുന്ന് ചതിച്ചാണ്. വന്നിട്ട് നിന്നിട്ട് എന്താണിപ്പഴ നിങ്ങളെടുത്ത് തിന്നാത്ത് ജന്നാത്ത്, കണ്ണിലുള്ള കനീവൊക്കെയിലും മികജാതിയാണ്, ഇതിനാദരയുമയാതൊരാൾ മടിക്കാതെ എന്നുമേ പാടി അമ്മുശില്ലവരാടി ചെന്നുപഴം പറിച്ചോടി വന്നു മുറിച്ചത് കൂടി ചിന്നവ സങ്കല സങ്കര് ചുങ്കിയും ചങ്കയിള വിളങ്ങി വിശുങ്കിയും ആകെ ചുറ്റലകത്തിന് കത്തനമായി തിരുമിത്തരുമത്തിരിമുത്ത് നബിയുള്ള ജന്മദിനൂറ് മുഹമ്മദരാകിയ ആറം മക്കളിലൊക്കെ മികക്കരുതൊക്കെ വിളക്കുകൾ മുക്കിയ മക്കനകർക്കതിരിക്ക ഹബീബുള്ള. എത്ര നാളായി ഇങ്ങനൊരു പാട്ട് കേട്ടിട്ടല്ലേ? ഇന്നെല്ലാം കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണെ, നീ കൊഞ്ചിക്കളിക്കല്ലേ പെണ്ണെ, റാത്തീവിനിങ്ങനെ ആടണ കണക്കാ. ഇതൊക്കെ കേട്ട് കേട്ട് ഉപ്പാപ്പ വരെ ഇശാംസ്കാരം കളഞ്ഞിട്ട് ഇപ്പൊ മെസ്സേജ് അയക്കാൻ പോവാ. പെട്രോമാന്റെ മെസ്സേജ് ഓടി പോവില്ല, ഓടുക. അതാണ് ഏറ്റവും നല്ല മുഞ്ചുള്ള പാട്ടെന്ന്. ഇത് ബോയിൻകുട്ടി വൈദ്യർ എഴുതിയത് വെറുതെ അല്ല, ഇതിന്റെ 4 വരികളിലൂടെ ഒരു ഇസ്ലാമിക ചരിത്രമാണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്. ആലോചിച്ച് നോക്കി. അല്ല വെറുതെ കത്തിരി മുത്തിരി എന്ന് പറഞ്ഞതല്ല, ഒരുപാട് കാര്യം ഇതിനകത്ത് പഠിക്കാനുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പിശാച് ഒന്നാമത്തെ ശ്രമം നടത്തിയില്ലേ, അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയില്ലേ, വിശദീകരിക്കുന്നില്ല. അവിടെ മുതൽ ഇബ്ലീസ് ശ്രമം നടത്തിയിട്ട് സകല മനുഷ്യരുടെയും സകല പ്രവാചകന്മാരുടെയും സകല സഹാബത്തിന്റെയും മുമ്പിലേക്ക് ചെന്നില്ലേ പിശാച് നരകവുമായി. അവർക്ക് നരകം കൊടുക്കാൻ ആണിന്റെയും പെണ്ണിന്റെയും പിന്നാലെ പിശാച് നടന്നില്ലേ? ഇന്ന് നമ്മോടൊപ്പവുമില്ലേ? നമ്മോടൊപ്പവുമുണ്ട്. 17കാരിയുടെ പുഞ്ചിരിയുടെ രൂപത്തിലും മൊബൈലിനകത്തുള്ള ബ്ലൂ ഫിലിമിന്റെ രൂപത്തിലും റഹ്മാന്റെ രൂപത്തിലുമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, പിശാച് പല രൂപത്തിലും കോലത്തിലും വന്ന് മനുഷ്യ മനസ്സിന്റെ മസ്തിഷ്കത്തിലേക്ക് നരകത്തിന്റെ തീക്കനല് കോരിയിട്ടുകൊണ്ടിരിക്കുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അള്ളാഹുവിനോട് എപ്പോഴും കാവല് തേടണം. എന്നാലും പാടാണ്. ഒരു ദിവസം ഒരാള് രാവിലെ 100 പ്രാവശ്യം, രാത്രി 100 പ്രാവശ്യം, രാവിലെ 100 രാത്രി 100, 2 പ്രാവശ്യവും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് അള്ളാഹുവിനോട് ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് കാവല് തേടിക്കൊണ്ടിരിക്കുക. അയാള് ഒരു മതിലിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോ ഇബ്ലീസ് ഇങ്ങനെ ഒരു വേറെ വേഷത്തിൽ, ഇത് വേഷമൊക്കെ മാറി നല്ല ദാടിയും തലക്കെട്ടൊക്കെ ഉള്ള ഒരു വേഷത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്നൊന്ന് മാറിക്കിടക്കണമെന്ന്. അയാൾ ചോദിച്ചു, അതെന്താ? നിങ്ങൾ മാറിക്കിടക്കുമ്പോ അറിയാന്ന് പറഞ്ഞു. അയാൾ മാറിക്കിടന്നിട്ട് മതിലിടിഞ്ഞു വീണു. അപ്പൊ ഈ കിടന്നയാള് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ കൊച്ചല്ലായാണെന്ന് തോന്നുകയാണല്ലോ. സാധാരണ നമ്മളിങ്ങനെ ഇരട്ട പേരിട്ട് പറയും, കരുനാക്കൊക്കെ ഉള്ളവരെ നീ കൊച്ചല്ല ആടി എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ കൊച്ചല്ല. അയാൾ പറഞ്ഞു, ഞാൻ കൊച്ചല്ല എന്നുമല്ല. ഒരു ദിവസം എന്റെ ഉപദ്രവം നിനക്കുണ്ടാവാതിരിക്കാൻ അള്ളാഹുവിനോട് 200 പ്രാവശ്യമാണ് നീ അള്ളാഹുവിനോട് കാവല് ചോദിക്കുന്നത്. ഞാൻ സാക്ഷാൽ ഇബ്ലീസ് ആണെന്ന് പറഞ്ഞപ്പോ ഇയാളിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഇയാൾ ചോദിച്ചു, ഇബ്ലീസേ അടയാ നീ സെറ്റപ്പായി, നന്നായല്ലോ, രക്ഷപ്പെട്ടല്ലോ, ഇപ്പൊ പഴയതുപോലെ കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക്, നീ ഇപ്പൊ നല്ല ഹിദായത്തിന്റെ വഴിയിലേക്ക് വന്നെന്ന് തോന്നുന്നു, എന്നെ സന്തോഷമായിട്ട് മാറ്റിക്കിടത്തി. ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, എടാ പായ, ഞാൻ നന്നായത് കൊണ്ടൊന്നുമല്ല. ഒരാള് വെറുതെ ഈമാനുള്ള നിസ്കാരമുള്ള ഒരാള് മതിലിടിഞ്ഞ് വീണു മരണപ്പെട്ടാൽ അയാൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ അങ്ങനെ ഓസിനി ഷഹീദ് ഉണ്ടാക്കണ്ട, മാറിക്കിടന്നോ. 200 പ്രാവശ്യം കാവല് ചോദിച്ച ആളാ ഓസിന് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് മാറ്റിക്കിടത്തി. അപ്പൊ നമ്മളോ? ഒരു ദിവസം നമുക്കൊരു 10 പ്രാവശ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ പറ്റും. പിശാചിന്റെ കാവലിന് വേണ്ടി അള്ളാഹുവിന്റെ ഖുർആൻ സമ്മാനിച്ച ഏറ്റവും വലിയ മന്ത്രം എന്തെന്നറിയോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ഈ ആയത്തുൽ ഖുർസി പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവാതിരിക്കുവാനുള്ള ഏറ്റവും വലിയ ഖുർആൻ തരുന്ന മന്ത്രമാണ്. +2 പഠിക്കുന്ന പരീക്ഷയാറ് പ്രിയപ്പെട്ട പെങ്ങളെ, ടെക്സ്റ്റ് ബുക്ക് നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ
നിനക്ക് പിശാചിന്റെ ബാധയാണ്, നിനക്ക് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, തലവേദനയാണ്, തലചൊറിച്ചിലാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും, വേണ്ട പഠിക്കാൻ പറ്റുന്നില്ല. ഉടനെ ഉമ്മ പറയും, അപ്പുറത്തെ സൈനബ ചെയ്ത പണിയാ, എന്റെ മോക്ക് എല്ലാത്തിനും മാർക്ക് കൂടുതലായതുകൊണ്ട് അവള് ചെയ്ത പരിപാടിയാ, അതുകൊണ്ടാണ് ഇപ്പൊ മോക്ക് പഠിക്കാനിരിക്കുമ്പോ തലവേദന. ശൈത്താൻ തലേക്കേതിന്റെ ഒന്നാമത്തെ ആളാൻ താത്തമാര് യാസീൻ ഓതുമ്പോ കാണാം, കിബിലയിലേക്ക് കാലം നീട്ടിയിരുന്ന് യാസീൻ മുക്കെടുത്ത് യാസീൻ ഓതുമ്പോ യാസീൻ എന്ന് പറയുമ്പോ തന്നെ ഈ കൈ ഇങ്ങനെ പോകും. ഒരു മുബീൻ തീരുമ്പോ 10 പേര് ഷഹീദാവും. ഇതെന്ത് യാസീൻ ഓതല, ആരെ ബോധ്യപ്പെടുത്താനാ? അപ്പൊ ഇത് പിശാച് തലേ കയറിന്റെ അടയാളോ? ഒന്നിനും ഒരു ബോധവുമില്ല. യാസീൻ ബുക്കാണ്, ഓലക്ക് തവണ കയ്യിരിക്കുന്നത്, ഒന്നും അറിയില്ല. പിന്നെന്താ? പിശാചു വരച്ച വരയിൽ മനുഷ്യ മക്കളാരെ എന്നെയും നിങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോ രക്ഷപ്പെട്ടേ പറ്റൂ. ഒരിക്കൽ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിശാചിനെ കണ്ടു. പിശാചിനെ കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ശൈത്താനെ നിന്നെ ഞാൻ വിടൂല, ശപിക്കപ്പെട്ടവനാര ഇബ്ലീസ്, നിന്നെ ഞാൻ വിടൂലടാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്ലീസിനെ പിടിച്ചു വെക്കുകയാണ്. ഇബ്ലീസ് പറഞ്ഞു, മൂസാ നബിയേ, എന്നെ നിങ്ങൾ വെറുതെ വിട്ടാൽ നിങ്ങൾക്ക് ഞാനൊരു ഇൽമു പറഞ്ഞു തരാം. എന്നെ നിങ്ങൾ വെറുതെ വിട്ടാ മൂസാ നബിയെ നിങ്ങൾക്ക് മനോഹരമായ ഇൽമു ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോ മൂസാ നബി ചോദിക്കുന്നു, നീ എന്താ പറഞ്ഞു തരാൻ പോകുന്നത്? ആ സമയത്താണ് ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബിയോട് വാളു പറഞ്ഞു കൊടുക്കുന്നത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അള്ളാന്റെ ശാപം കിട്ടിയ ആളാണെങ്കിലും വലിയ അറിവുള്ള ആളായിരുന്നു. ചേകന്നൂർ ആരായിരുന്നു? ചേകന്നൂരിനെ പോലെ കിതാബ് തിരിഞ്ഞ ആള് ലോകത്തില്ല. പക്ഷേ കിതാബും തലയും ഒരുപോലെ തിരിഞ്ഞുപോയി. കിതാബും തലയും ഒരുപോലെ തിരിഞ്ഞു. നിസ്കാരം 3 വഖത്തേ ഉള്ളെന്ന് പറഞ്ഞു. ഇപ്പോഴും ഉണ്ട് ചേകന്നൂരിന്റെ ആൾക്കാർ 3 വഖത്ത് നിസ്കരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. വെറുതെ പറഞ്ഞല്ല. ഹൃദയം